ഒരു പുതിയ പാത്രം വാങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാമല്ലോ. വാ, ഞാൻ കുറേ നാളായിട്ട് കാർട്ടിലിട്ട് വെച്ച് കാത്തിരുന്ന് വാങ്ങിയ ഒരു പാത്രമാണിത്. നല്ല കളറല്ലേ. സോ ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ആയിരുന്നിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എൻ്റെ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ കാണാണ്ടായി, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ രാത്രിയാണ് കുക്ക് ചെയ്യാൻ നിൽക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് തന്നെ തീർക്കാം നമുക്ക്. പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇട്ട ചില്ലി കുറച്ചൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ മുറിച്ച് വെച്ച ഉള്ളി എടുത്തിടാം കേട്ടോ. ഉള്ളി ശരിക്കും വാടുന്നതിലെടുക്കുന്ന നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചുവന്ന മുളകായതുകൊണ്ട് അല്ലാണ്ട് തുമ്മുന്നു. ഈ ഉള്ളിക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് പെരുംജീരകം, പിന്നെ നമ്മൾ ചതുക്കി വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വഴറ്റി നല്ല ബ്രൗൺ കളറായി ഈ ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇട്ടിടാം. ചിക്കൻ ഓൾറെഡി ഞാൻ ഉപ്പൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ടിരുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മസാലയൊന്നും ആഡ് ചെയ്യില്ല, ഇതിൽ തന്നെ കിടന്നിട്ട് വേവാണ് ചെയ്യുക. നമുക്കിതിനി കുറച്ച് നേരം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് അടച്ചു വെക്കാം. ചിക്കൻ ഇതുപോലെ വറ്റിച്ചെടുക്കണം. എൻ്റെ ചിക്കൻ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചുപോയി, കുഴപ്പമില്ല. ഫൈനലി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ആൻഡ് നമുക്ക് ഫൈനൽ ടച്ചായിട്ട് മല്ലിയിലയും കുറച്ച് കുരുമുളകും ഇടണം. എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി എന്ന് പറയുന്നത് ചിക്കൻ വരട്ടിയത്. ഇതുപോലെ തന്നെ വരട്ടിയിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കൻ്റെ അകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അടച്ച് വെച്ചിട്ട് വന്നതിന് ശേഷം ജസ്റ്റ് വരട്ടി എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ ടുഡേയ്സ് റെസിപ്പി. ഇനി നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ടാറ്റാ.